നാളെ പക്ഷേ ജാമ്യാപേക്ഷ നൽകും ജില്ലാ കോടതിയിൽ എന്നാണ് ഇപ്പോൾ പ്രതിഭാഗം അഭിഭാഷകൻ പറയുകയും ചെയ്തിരിക്കുന്നത്. അർജുൻ മട്ടന്നൂരുണ്ട്. അർജുൻ, ഈ കോടതി നടപടികളെല്ലാം തന്നെ കേട്ടയാളാണ്. അർജുൻ, ശക്തമായ വാദപ്രതിവാദങ്ങളാണ് നടന്നത്. പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെ കോടതി ഇപ്പോൾ വിധി പ്രസ്താവിക്കുന്നു. പ്രഥമ ദൃഷ്ട്യാ കുറ്റം നിലനിൽക്കും. ഇത്തരത്തിൽ അവരുടെ അനുമതിയില്ലാതെ ദേഹത്ത് സ്പർശിക്കുന്നത് ഉൾപ്പെടെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നത് തന്നെയാണ് കോടതി നിരീക്ഷിക്കുന്നത്, അല്ലേ? വിനീത, ബോബി ചെമ്മണ്ണൂർ നടത്തിയത് ലൈംഗിക ചുവയോടെയുള്ള ദ്വയാർത്ഥ പ്രയോഗം തന്നെ എന്ന് കോടതി പറയുകയാണ്. മജിസ്ട്രേറ്റ് കോടതി ഇക്കാര്യം ശരിവെക്കുകയാണ്. പ്രോസിക്യൂഷന്റെ വാദം ശരിവെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ റിമാൻഡിലേക്ക് ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് റിമാൻഡിലേക്ക് വിട്ടിരിക്കുന്നത്. മാത്രവുമല്ല, തെളിവുകൾ ഈ ഘട്ടത്തിൽ പരിശോധിക്കേണ്ടതില്ല. ഇതുമായി ബന്ധപ്പെട്ട ഈ ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കണമെന്ന് പലതവണ ഈ പ്രതിഭാഗം ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ പരിശോധിക്കേണ്ടതില്ല എന്ന് കോടതി പറയുകയാണ്. മാത്രമല്ല, ബോബി ചെമ്മണ്ണൂർ സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. വലിയ വ്യവസായിയാണ്, വിദേശത്തടക്കം നിരവധി സ്ഥാപനങ്ങളുള്ള വലിയ വ്യവസായിയാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. ബോബി ചെമ്മണ്ണൂർ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് എന്നും കോടതി നിരീക്ഷിച്ചു. ഇത്തരത്തിൽ നേരത്തെ ഏതാണ്ട് ഉച്ചയ്ക്ക് 12:30യോടെയാണ് ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിലേക്ക് എത്തിച്ചത്. അതിനുശേഷം പ്രതിഭാഗമാണ് ദീർഘനേരം ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങൾ ഉന്നയിച്ചത്. അതിനുശേഷം പ്രോസിക്യൂഷനും ഇതിന് മറുപടി നൽകി. ഉച്ചയ്ക്ക് ശേഷം വിധി പറയാൻ മാറ്റിയെന്ന് പറഞ്ഞ് കോടതി പിരിയുകയും ചെയ്തു. അതിനുശേഷം ഏതാണ്ട് 4:30 മാത്രമാണ് കോടതി വീണ്ടും ചേർന്നത്. അപ്പോഴും വലിയ പ്രതീക്ഷയിലായിരുന്നു ബോബി ചെമ്മണ്ണൂരിനൊപ്പമുള്ളവരും അഭിഭാഷകരും ഒക്കെ തന്നെ. മുതിർന്ന അഭിഭാഷകനായ രാമൻ പിള്ളയെ തന്നെ കോടതിയിൽ എത്തിക്കാനായതും വലിയ നേട്ടമാകും എന്ന് ബോബി ചെമ്മണ്ണൂർ കരുതിയിരുന്നു. പക്ഷേ 4:45 കൂടി ഏതാണ്ട് 2 വരി മാത്രമുള്ള വിധി വായിച്ചുകൊണ്ട് കോടതി അവസാനിപ്പിക്കുകയായിരുന്നു. ഈ കേസ് ജാമ്യാപേക്ഷ തള്ളുന്നു, റിമാൻഡിലേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നു 14 ദിവസത്തേക്ക് എന്ന് കോടതി വിധി പ്രസ്താവന നടത്തുകയായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ പ്രതിക്കൂട്ടിലിരുന്ന ആൾക്കൂട്ടത്തിന് നടുവിൽ, അഭിഭാഷകർക്ക് നടുവിൽ പ്രതിക്കൂട്ടിലിരുന്ന ബോബി ചെമ്മണ്ണൂർ ബെഞ്ചിലേക്ക് തളർന്നു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ഒപ്പമുണ്ടായിരുന്നവരും പോലീസുകാരും ചേർന്ന് തൊട്ടടുത്ത മുറിയിലേക്ക് മാറ്റുകയായിരുന്നു. തലചുറ്റി വീഴുകയായിരുന്നു. വിധി കേട്ട ഉടൻ തന്നെ ബോബി ചെമ്മണ്ണൂർ തലചുറ്റി വീഴുകയായിരുന്നു. തുടക്കത്തിൽ കേസ് തുടങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ കോടതി ചോദിച്ചിരുന്നു ഏതെങ്കിലും തരത്തിൽ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. 2 ദിവസം മുമ്പ് വീണപ്പോൾ പരിക്കേറ്റിരുന്നു. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്, മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല എന്നായിരുന്നു ഉച്ചക്ക് കേസെടുക്കുമ്പോൾ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞത്. പക്ഷേ വലിയ പ്രതീക്ഷ ബോബി ചെമ്മണ്ണൂരിനുണ്ടായിരുന്നു. എളുപ്പത്തിൽ ജാമ്യം നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. മാത്രമല്ല, നേരത്തെ IPC ആയിരുന്ന കാലഘട്ടത്തിൽ ഇത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് എന്നടക്കം കോടതിയിൽ ഉന്നയിച്ചു. മാത്രവുമല്ല, ഈ കേസിൻ്റെ തുടക്കം, അതായത് ഉദ്ഘാടന ചടങ്ങുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് അതിനുശേഷം അണീറോസ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ വളരെ നല്ല അനുഭവമാണ് എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിരുന്നു തുടങ്ങിയ വാദങ്ങളൊക്കെ തന്നെ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. ഇത്തരത്തിൽ ഒരു ദീർഘമായ വാദം തന്നെയാണ് പ്രതിഭാഗത്തിന് വേണ്ടി അഡ്വക്കേറ്റ് രാമൻ പിള്ളയും ഒപ്പമുണ്ടായിരുന്ന അഭിഭാഷകരും ഉന്നയിച്ചത്. എന്നാൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ദൃശ്യങ്ങളടക്കം കൃത്യമായി പരിശോധിച്ചാൽ അത് വ്യക്തമാകുമെന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. ഇതിൽ ആംഗ്യഭാഷയോടുകൂടി, അത്തരത്തിൽ അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിച്ചു, ദ്വയാർത്ഥ പ്രയോഗം നടത്തി. മാത്രവുമല്ല, അതിനുശേഷം യൂട്യൂബ് ചാനലുകൾക്കടക്കം വലിയ തോതിൽ അഭിമുഖം നൽകിയപ്പോഴൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ ആവർത്തിക്കുകയും ചെയ്തു. അത്തരത്തിൽ വീണ്ടും ഇത്തരത്തിൽ അസഭ്യവർഷം നടത്തി, അശ്ലീല പ്രയോഗങ്ങൾ നടത്തി എന്ന പ്രോസിക്യൂഷൻ വാദവും ഉന്നയിച്ചിരുന്നു. എന്തായാലും അതിനുശേഷം വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. ജാമ്യം നൽകേണ്ടതില്ല, പകരം റിമാൻഡിലേക്ക് അയക്കുന്നു, 14 ദിവസത്തേക്ക് റിമാൻഡിലേക്ക് അയക്കുന്നു. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകർ പറയുന്നതനുസരിച്ച് അടുത്ത ദിവസം തന്നെ ഇതിനെതിരെ അപ്പീൽ പോകും എന്നാണ് പറഞ്ഞത്. ഒരുപക്ഷേ സെഷൻസ് കോടതിയിൽ അല്ലെങ്കിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീലുമായി നീങ്ങാനാണ് പ്രതിഭാഗത്തിൻ്റെ നീക്കം. എന്തായാലും അതിനു മുൻപ് ഇപ്പോൾ ഈ ജില്ലാ ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഡോക്ടർമാരുടെ നിർദ്ദേശം കൂടി അനുസരിച്ചായിരിക്കും തുടർന്നുള്ള നീക്കങ്ങൾ. എന്തായാലും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ട സാഹചര്യത്തിൽ കോടതിയാണ് അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. അത് ആശുപത്രിയിൽ കഴിയണോ, ജയിലിൽ കഴിയണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. സ്വാഭാവികമായും ഇത് ഇപ്പോൾ നടത്തുന്ന പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർമാർ നൽകുന്ന നിർദ്ദേശത്തിനനുസരിച്ചായിരിക്കും ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇനിയുള്ള ദിവസങ്ങൾ. അതിനൊപ്പം തന്നെ പ്രതിഭാഗം ഇത്തരത്തിൽ അപ്പീലുമായി കോടതിയിലേക്ക് പോകും എന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാ തെളിവുകളും, ഈ യൂട്യൂബ് ചാനലുകൾക്ക് നൽകിയ അഭിമുഖത്തിൻ്റെ ദൃശ്യങ്ങളടക്കം എല്ലാ തെളിവുകളും ഈ റിമാൻഡ് റിപ്പോർട്ടിനൊപ്പം പോലീസ് സമർപ്പിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഈ പ്രതിഭാഗം പറയുന്നത് ഇത് ഒരു യൂട്യൂബ് ചാനൽ നടത്തിയ അഭിമുഖമാണ്, അവർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം, അവർ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക മാത്രമാണ് താൻ ചെയ്തത് എന്നായിരുന്നു ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഭിഭാഷകർ പറഞ്ഞത്. എന്നാൽ ഇതൊന്നും തന്നെ കോടതി ചെവിക്കൊണ്ടില്ല. പകരം ഇത്തരത്തിൽ പ്രോസിക്യൂഷൻ്റെ ആരോപണങ്ങൾ, പ്രോസിക്യൂഷൻ്റെ വാദങ്ങളൊക്കെ തന്നെ ശരിയാണ് എന്ന് പിന്നീട്
പിന്നീട് കോടതി കണ്ടെത്തുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. സ്വാഭാവികമായും 14 ദിവസത്തേക്ക് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. വിനീത, ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജുൻ മട്ടന്നൂർ കോടതി ഇതിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങളെല്ലാം മുഖവിലേക്ക് എന്നാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ചില വാദങ്ങൾ ഉണ്ടായിരുന്നത്. ഒന്ന്, സ്വാധീനമുള്ള ആളായതുകൊണ്ട് തന്നെ വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്, സാക്ഷികളെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, റിമാൻഡ് റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറയുന്നു പരാതിക്കാരിയെ അപായപ്പെടുത്താൻ വരെ ഇടയാക്കിയേക്കാം എന്ന് പറയുന്നു. ഇത്തരം വാദങ്ങളൊക്കെ തന്നെ അംഗീകരിക്കുകയാണ്. കാരണം ഈ പ്രതിഭാഗം 2-3 തവണ പറഞ്ഞിട്ടുണ്ടല്ലേ ആ ദൃശ്യങ്ങൾ കാണൂ, അതിൽ ഒന്നുമില്ല എന്നത്. പക്ഷേ കോടതി കൃത്യമായി തന്നെ തെളിവുകൾ ഇപ്പോൾ പരിശോധിക്കേണ്ട കാര്യമില്ല എന്ന നിലപാടെടുക്കുകയായിരുന്നു. അതായത് വിനീത, പ്രതിഭാഗം ഉന്നയിച്ച ദൃശ്യം അത് ഈ ആലക്കോടെ ജ്വല്ലറി ഉദ്ഘാടനത്തിന് ശേഷം ഈ ഹണി റോസ് മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖമാണ്. അതിനുശേഷം അവരുടെ പ്രസ്താവനകളാണ്. അതിൽ അത്തരം ഒരു പ്രശ്നം നേരിട്ടു എന്നതിന് യാതൊരു സൂചനകളും ഇല്ല എന്നായിരുന്നു പ്രതിഭാഗം വാദിച്ചിരുന്നത്. മാത്രവുമല്ല, അതിൽ ഈ പരിപാടി വളരെ മനോഹരമായി തന്നെ തീർന്നു, നല്ല അനുഭവമാണ് എന്നടക്കം ഹണി റോസ് പ്രതികരിക്കുന്നുണ്ട് എന്നായിരുന്നു പറഞ്ഞത്. ഇതായിരുന്നു പ്രധാനമായും പ്രതിഭാഗം ഉയർത്തിയ വാദം. ഈ ദൃശ്യങ്ങൾ കാണാനായിരുന്നു പ്രതിഭാഗം പലതവണ കോടതിയോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഈ ഘട്ടത്തിൽ ആ ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് കോടതി എത്തുകയും ചെയ്തു. ഇതിൽ പ്രധാനമായും പ്രോസിക്യൂഷന്റെ വാദങ്ങൾ അത് ബോബി ചെമ്മണ്ണൂർ വലിയ വ്യവസായിയാണ്, വലിയ സ്വാധീനമുള്ള ആളാണ്, വിദേശത്തും മറ്റും ബിസിനസ് നടത്തുന്നുണ്ട്, ബോബി വിദേശത്തേക്ക് കടക്കാൻ സാധ്യതയുണ്ട്, സാക്ഷികളെ ഭീഷണിപ്പെടുത്താൻ സാധ്യതയുണ്ട്, തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്, പരാതിക്കാരുടെ സുരക്ഷയെ കരുതി ജാമ്യം അനുവദിക്കരുത് എന്നും പ്രോസിക്യൂഷൻ പറഞ്ഞു, പരാതിക്കാരെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ട് എന്നടക്കം പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രതിയുടെ പാസ്പോർട്ട് അടക്കം കസ്റ്റഡിയിലെടുക്കണം എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ ബോബി ചെമ്മണ്ണൂർ ജാമ്യം നൽകരുത്, കസ്റ്റഡിയിൽ വേണമെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടില്ല. പക്ഷേ ജാമ്യം നൽകരുത്, പകരം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടണം എന്നൊരാവശ്യമാണ് ഉന്നയിച്ചത്. അതേസമയം പ്രതിഭാഗം പറഞ്ഞത് ബോബി ചെമ്മണ്ണൂരിൻ്റെ എല്ലാ ഫോണുകളും ഇപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലാണ്, അതുകൊണ്ട് തെളിവുകൾ നശിപ്പിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, എല്ലാം ഡിജിറ്റൽ തെളിവുകളാണ്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു പരാതിക്ക് മറുപടിയായി ഇത്തരം ഡിജിറ്റൽ തെളിവുകൾ തന്നെ ഹാജരാക്കാൻ കഴിയും, അത് കോടതി പരിശോധിക്കണം എന്നതായിരുന്നു പ്രധാനപ്പെട്ട അവരുടെ ആവശ്യം. മാത്രവുമല്ല, അതിനുശേഷം ഈ മാനേജറോടടക്കം ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. അതായത് ആലക്കോട്ടെ ഉദ്ഘാടനത്തിന് ശേഷം ബോബി ചെമ്മണ്ണൂരിൻ്റെ മാനേജറോടടക്കം ഇതിൽ അതൃപ്തി ഹണി റോസ് അറിയിച്ചിരുന്നു. എന്നാൽ അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അതിനുശേഷവും നിരവധി തവണ ഇത്തരത്തിൽ അശ്ലീല ചൊവ്വയോടെ, ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ, ആംഗ്യ ഭാഷയിലൂടെ ഒക്കെ തന്നെ അപമാനിച്ചുകൊണ്ടിരുന്നു, അധിക്ഷേപിച്ചുകൊണ്ടിരുന്നു എന്നതാണ് പറയുന്നത്. മാത്രവുമല്ല, നേരത്തെ IPC ആയപ്പോൾ